കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി കൃഷ്ണമൂർത്തിയുടെ ഒരു വിശേഷമാണ് പറയാനുള്ളത്. ഈ ഒരിക്കൽ കണ്ട് മറന്നവരെ പിന്നീട് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ അത് വലിയ സന്തോഷങ്ങൾക്ക് കാരണമാകും. അങ്ങനെയുള്ള ഒരു കണ്ടുമുട്ടലിൻ്റെ കഥയാണ് ജനം TVക്കൊപ്പം ഇത്തവണ കൃഷ്ണമൂർത്തിക്ക് പങ്കുവയ്ക്കാനുള്ളത്. പ്രജിത് മോഹനൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ പലരെയും അവിചാരിതമായി കണ്ടുമുട്ടാറുണ്ട്. അവർ പിന്നീട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നവരുണ്ടാകാം, അല്ലാതെയാകുന്നവരുണ്ടാകാം. എന്നാലും ചിലരെയൊക്കെ വീണ്ടും ജീവിതത്തിൽ അവരെ കണ്ടുമുട്ടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതൊക്കെ വലിയ സന്തോഷം തരും. അങ്ങനെ മലയാളത്തിലെ ഒരു പ്രമുഖ നടിയെ കണ്ടുമുട്ടിയ ഒരു കഥ നമ്മോടൊപ്പം പറയാൻ വേണ്ടി ജോയിൻ ചെയ്യുകയാണ് നമ്മുടെ കൊല്ലത്തെ NDA സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർജി. അങ്ങ് ഇത്തരത്തിൽ ഒരു പണ്ട് ജോലിയുടെ ഭാഗമായി ഒരാളെ കണ്ടുമുട്ടുകയും അവരെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്നതുമായി ബന്ധപ്പെട്ടൊരു കഥയുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആരാണ് ആ നടി, എന്താണ് ആ കഥ? നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? ഞാൻ ഈ സ്ക്രീൻ ലൈഫ് തുടങ്ങുന്നത് ദൂരദർശനിലെ ഒരു അനൗൺസർ കം ന്യൂസ് റീഡറായിട്ടാണ്. 89 അങ്ങനെ അതൊരു കാഷ്വൽ പോസ്റ്റാണ്. അപ്പോൾ അതിൽ കയറി നമ്മളിങ്ങനെ ആസ്വദിച്ച് ചെയ്യുന്നൊരു കാലം. അന്ന് കോളേജിൽ പഠിക്കുന്നു, ചെറുപ്പം. അപ്പോൾ ഏർലി 90s എപ്പോഴോ ഈ ദൂരദർശൻ ന്യൂസ് വായിക്കുന്ന അല്ലാതെ നമ്മൾ പുറത്ത് പ്രൈവറ്റ് ഏജൻസി, അതായത് ദൂരദർശന് വേണ്ടി തന്നെ ചില പ്രോഗ്രാം ഇൻ്റർവ്യൂവിനൊക്കെ ഇപ്പോൾ നിങ്ങൾ ഈ ചോദിക്കുന്ന പോലെ തന്നെ അന്ന് ഒരു ചാനലേ ഉള്ളൂ. അപ്പം അന്ന് ഏതോ ഒരു ഇതിനു വേണ്ടി ഞാനിങ്ങനെ പോകുമ്പോൾ തൃശ്ശൂരിൽ അന്ന് യൂത്ത് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാമനിലയത്തിൻ്റെ നേരെ മുമ്പിലാന്ന് തോന്നുന്നു ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കുട്ടികൾ അതിനകത്ത് പങ്കെടുക്കുന്നവരുണ്ട്, അതിൽ തന്നെ കലാതിലകമായവരുണ്ട്. അപ്പോൾ ആരെയൊക്കെയോ നമ്മളിങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, ഓരോന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് ഒരു പെൺകുട്ടിയെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം നമ്മൾ പലരെയും പലതരത്തിൽ ശ്രദ്ധിക്കും. ചിലരുടെ പെരുമാറ്റം കൊണ്ട്, വസ്ത്രധാരണം കൊണ്ട്, ചിലരുടെ സൗന്ദര്യം കൊണ്ട്. അങ്ങനെ ഭംഗിയുള്ള ഒരു കൗതുകമുള്ള നല്ലൊരു കുട്ടിയെ കണ്ടു. ഞാനൊന്ന് ചെറുപ്പം, എൻ്റെ മനസ്സിലൊരു ഇഷ്ടം തോന്നി. അങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ആ കുട്ടിയാണെങ്കിൽ വളരെ രസമായിട്ട് സംസാരിക്കുന്നു. കാരണം ഈ ഒരു യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ കലാതിലകമാകുമ്പോഴത്തെ ഭയങ്കര സന്തോഷത്തിലാണ്. ഇതിങ്ങനെ കഴിഞ്ഞു. ഞാൻ എൻ്റെ ഇതുമായിട്ട് പോയി. പിന്നെ ജീവിതം ഇങ്ങനെ തുടരുമ്പോഴേക്ക് എൻ്റെ മനസ്സിൽ ഈ കുട്ടി ഇങ്ങനെ നിൽപ്പുണ്ട്. ആ കുട്ടി ഇപ്പോൾ എന്തായിരിക്കും ചെയ്യുന്നത്? വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ സിനിമയിലൊക്കെ വന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബമായിട്ടിരിക്കുമ്പോഴത്തേക്ക് ഏതൊക്കെയോ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളെ ഞാൻ കാണുന്നുണ്ട് സ്ക്രീനിൽ പോലും. എൻ്റെ മനസ്സിൽ ഇത് ആ കുട്ടിയാണോ? അത് കഴിഞ്ഞ് വളരെ പോപ്പുലറായി, പ്രത്യേകിച്ചൊരു സിനിമയിൽ വളരെ പോപ്പുലറായി. അങ്ങനെ ഇരിക്കെ മേജർ രവി അദ്ദേഹം ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് 2014 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന് പറഞ്ഞത്. 2014 അല്ല, 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന് പറയുന്നത്. ആ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് സിനിമയുടെ പ്രൊമോഷൻ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടനും രവിയേട്ടനും ഞാനും ഈ സഹോദരിയും അവിടെ വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങളൊന്ന് നോക്കിയപ്പോൾ അയ്യോ, ഞാൻ ഉദ്ദേശിച്ച ആൾ തന്നെയാണോ? അപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ എന്നെ നോക്കി എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ആശ ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കാൻ വരുമായിരുന്നു. അപ്പോൾ ചോദിച്ചു, എന്താണ് ചേട്ടൻ ചോദിക്കാൻ? ഞാൻ പണ്ട് തൃശ്ശൂർ യൂത്ത് ഫെസ്റ്റിവലിൽ ചേട്ടാ ഞാനത് ചേട്ടനോട് ചോദിക്കണം, എന്നെ ഓർമ്മയുണ്ടോ? ചേട്ടൻ പണ്ട് ദൂരദർശനിലിരുന്നപ്പോൾ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്തു. ഞാൻ ആശ അന്ന് തൊട്ട് ഞാൻ ശ്രദ്ധിച്ചു വരുന്നൊരു മുഖമാണ് ആശയുടെ. അതാണ്. അപ്പം അവൻ പറഞ്ഞു, ആശാ ശരത് ഇത്രയും മാറിയിട്ടും ആ കുട്ടിയായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു അതേ ഭംഗി, അതേ ഇത്. ചേട്ടാ എന്നെ ഓർക്കുന്നുണ്ട്. ഞാൻ അവനെ മറക്കാൻ പറ്റില്ല. കാരണം അത്ര നല്ല മുഖമാണ്, നല്ല രസമാണ് നിങ്ങളെ കാണാൻ. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ഓർത്തു, ആശയും അത് തന്നെ ഓർത്തുകൊണ്ടിരുന്നു. അപ്പം ഞാനിങ്ങനെ ചിലപ്പോൾ ഓർക്കും, നമ്മുടെ ജീവിതത്തിൽ വർഷങ്ങൾ കഴിയുമ്പോഴും ചില സ്മരണകളുണ്ട്, മധുരിക്കും ഓർമ്മകൾ എന്ന് പറയുന്നത്. എനിക്കത് വലിയ സന്തോഷം നേടാം. ഇത്രയും വർഷം ഞാൻ ആലോചിച്ച ഞാൻ ഉദ്ദേശിച്ച ആൾ തന്നെ ആയിരുന്നല്ലോ. വളരെ സന്തോഷം തോന്നിയൊരു സംഭവമായിരുന്നു. ആശ ഇപ്പോൾ ഇത് കാണുമ്പോൾ ഓർക്കും, അയ്യോ ചേട്ടനത് പറഞ്ഞല്ലോ എന്ന്. അന്ന് കോളേജിൽ കണ്ടൊരു സുന്ദരിയായ പെൺകുട്ടി ഇന്ന് മലയാളത്തിലെ ഏറ്റവും പ്രമുഖരായ നടിമാരൊരാൾ, അവരെ പിന്നീട് ജീവിതത്തിൽ വീണ്ടും കണ്ടുമുട്ടുണ്ടാകുന്ന ഒരു സന്തോഷമല്ലേ? അതെ. അന്ന് ഞാൻ കോളേജിൽ ആശ സ്കൂളിലായിരിക്കണം കേട്ടോ, കൊച്ചുകുട്ടി. വർഷങ്ങൾ, എനിക്കൊന്ന് 30 വർഷത്തിന് ശേഷമായിരിക്കണം കണ്ടത്. പക്ഷെ ഇതൊക്കെ വളരെ സന്തോഷം തരുന്നത്. കാരണം അവരും നമ്മളെക്കുറിച്ച് ഓർത്തല്ലോ. ആശ സ്വാഭാവികമായിട്ടും കുഞ്ഞായിരിക്കുമ്പോൾ എന്നെ ചിലപ്പോൾ സ്ക്രീനിൽ തുടങ്ങിയതല്ലേ, അത് ചിലപ്പോൾ സിനിമയിൽ കണ്ടുകൊണ്ട് ഓർക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ ഞാൻ അതിന് ശേഷം ആശ വലുതിന് ശേഷം കാണുന്നത്, മേ ബി ഇടയിലൊക്കെ കണ്ടിരിക്കാം. പക്ഷെ അതൊരു സുന്ദര ഓർമ്മയാണ്. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഉദ്ദേശിച്ച ആളെ നമ്മൾ കാണുക നേരിട്ട്. ഇനിയും അങ്ങനത്തെ സുന്ദരമായ ഓർമ്മകൾ ഉണ്ടാകട്ടെ. അത്തരം ഓർമ്മകൾ ഞങ്ങളുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവെക്കാൻ കഴിയട്ടെ. എന്തായാലും കൃഷ്ണകുമാർജി അന്ന് ഒരു കോളേജിന് മുൻപിൽ അല്ലെങ്കിൽ ഒരു കലോത്സവത്തിൻ്റെ ഭാഗമായി ഇൻ്റർവ്യൂ ചെയ്തൊരു കൊച്ചു പെൺകുട്ടി, ഒരു നമ്മുടെ ചാനലുകാരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ബൈറ്റ് വെച്ചൊരു കൊച്ചു പെൺകുട്ടി. ആ കൊച്ചു പെൺകുട്ടി പിന്നീട് വളർന്ന് അത് മലയാളത്തിൻ്റെ പ്രമുഖരായ നടിമാരിൽ ഒരാളായ ആശാ ശരത്തായി മാറി. ആ ആശാ ശരത്തുമായി ഒന്നിച്ച് കൃഷ്ണകുമാർജി പിന്നീട് പറയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ മേഖലയിൽ ജോലി ചെയ്യാനുള്ളൊക്കെ സാധ്യതകളും അദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെയാണ് കണ്ടുമുട്ടലുകൾ, വീണ്ടും കണ്ടുമുട്ടിയവരെ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് വലിയ സന്തോഷം
വർഷങ്ങളാകും. എന്തായാലും അദ്ദേഹം ഈ വൈകിയ വേളയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കുകളുമായി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട വാർത്തകളും നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കും. എന്തായാലും കൊല്ലത്ത് നിന്നും ഹരിക്കൊപ്പം പ്രജിത് മോഹനൻ, ജനം.